ഇപ്പോഴും പഠിക്കുകയാണ്. കണ്ടോ, റിട്ടൈനിങ് വോൾസ്. നിനക്കൊന്നും പഠിക്കാനില്ലടാ? എന്തെങ്കിലും എടുത്തു വെച്ച് പഠിക്കാൻ മേലായിരുന്നോ? പ്രായം എത്ര? 48. എന്നിട്ട് ഈ മാതിരി പരിപാടി കിടക്കുക അല്ല, പണിക്കും പോയി ജയിച്ചിടും, ഒരു കാര്യമില്ലാണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു യാത്രയാണ്. പക്ഷേ ഇന്ന് ഫ്ലൈറ്റൊക്കെ കയറിയുള്ള യാത്രയാണ്. ഓക്ലൻഡിൽ പോവാണ്. ഞങ്ങളുടെ വേറൊരു സിറ്റിയാണ്, നോർത്ത് ഐലൻഡിലുള്ളൊരു സിറ്റിയാണ്. അപ്പോൾ അവിടെ അനിരുദ്ധിൻ്റെ കോൺസെർട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനിരുദ്ധിനെ. അവൻ്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ലൈവ് ഒരു കോൺസെർട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഓക്ലൻഡിൽ ഇങ്ങനെ കോൺസെർട്ട് ഉണ്ടെന്ന് അറിഞ്ഞത്. എനിവേ, ഞാനും എൻ്റെ 2 മക്കളും കൂടി പോവുകയാണ്. അതൊരു ഫാമിലി ട്രിപ്പുമായി. എന്തായാലും അടിച്ച് പൊളിക്കണം എന്നോർത്തിട്ട് പോകണം. ഓക്കെ, ബൈ, കാണാം. എന്ത് തോന്നുന്നു അനിരുദ്ധിന്റെ ഫൈനൽ? എനിക്ക് അനിരുദ്ധല്ല, ഈ സാധനത്തിനെ കൊണ്ടുപോകണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതുവരെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാനൊന്നും പറയുന്നില്ല. സെക്യൂരിറ്റിയും കഴിഞ്ഞ് ഫ്ലൈറ്റിന്റെ ഗേറ്റിന്റെ അടുത്തെത്തി പറയും നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടിയെന്ന്. ഇതിനകത്ത് ഈ ട്രാവലിൽ ഇപ്പോൾ ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ട് പോകുന്ന അമ്മ. ലൈക്ക് അമ്മയ്ക്ക് ഹോട്ടൽ ബുക്ക് ചെയ്ത് തരാൻ അറിയില്ല, ഫ്ലൈറ്റ് ബുക്ക് ടോപ്പൊക്കെ മേടിക്കണം. എനിക്ക് അതിൻ്റെ ടോപ്പൊക്കെ ഇനി അടച്ചു. ഒരു കാപ്പി വാങ്ങിച്ചു കൊടുക്കാനുള്ള കാശില്ല. ഫ്ലൈറ്റ് ഹോട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാപ്പി വാങ്ങിച്ചു കുടിക്കാൻ കാശില്ല. അമ്മയാണ് ഇനി അടച്ചിട്ട് ഷോപ്പിംഗ് സ്പ്രീ നടത്താൻ പോകുന്നത്. അതൊക്കെ നടക്കും, എല്ലാം നടന്നില്ലേ. ഹലോ, ഞങ്ങളിന്ന് ഓക്ലൻഡിൽ ഒരു കോൺസെർട്ട് ഉണ്ട്, അതിന് പോവാ. അനിരുദ്ധിൻ്റെ കോൺസെർട്ടാണ്. അനിരുദ്ധിൻ്റെ പാട്ടുകൾ കുറേ ഉണ്ടല്ലോ. അല്ല, സെൽഫി പിള്ളയൊക്കെ എന്നാ പറഞ്ഞാലേ കുറച്ച് പേര് അറിയും. വേറൊരു പാട്ട് പറ പ്ലീസ്, ഒന്ന് പറ. എനിക്ക് കുറെ അറിയാം, പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. ആ, പാട്. നീ പാടാ, ഞാൻ ഓർത്ത് നീ പാടുവാ. അപ്പം ഞങ്ങൾ ഓക്ലൻഡിന് പോവാണ്. രാവിലെ ആയതുകൊണ്ട് എൻ്റെയൊക്കെ മുഖം ഇരിക്കണം ഇങ്ങനെ ഇവിടെയൊക്കെ. അതെ, എക്സാം ഉള്ള ആൾ പഠിക്കുവാണ് ഫ്ലൈറ്റിലിരുന്ന്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോവാണ്, ഓക്ലൻഡിന് പോവാണ്. ഞാനും എൻ്റെ 2 മക്കളാണിത്. Welcome on board your Jetstar flight. To help us depart quickly, keep the aisle clear to allow other customers to continue boarding. Please only place larger bags in the overhead lockers and your smaller items under the seat in front of you. If you're sitting in... അങ്ങനെ ഞങ്ങൾ ഓക്ലൻഡിൻ്റെ മണ്ണിലേക്ക് കാല് കുത്തുവാണ്. അപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഹോട്ടലിലേക്ക് പോകണം. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാന്. പിള്ളേർക്ക് അമ്മ ഫുഡൊക്കെ വാങ്ങിച്ചു തന്നില്ലേ? സന്തോഷമായില്ലേ 2 പേർക്കും? ഞാനും ഫുഡ് വാങ്ങിച്ചു തന്നു. അതൊക്കെ റെക്കോർഡിൽ പറയണം. എന്നാ 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 ആ ശരി, ഇവൻ എനിക്ക് വാങ്ങിച്ചു തന്നായിരുന്നു. ശരിയാ, ഫ്രൈസ് വെച്ച് വെച്ച്. ആ, പിന്നെ ഇവളാട്ടോ എനിക്കിത് മേടിച്ചു തന്നേ. ആ, ശരിയാ. അപ്പം അത് കാരണം ഞാൻ ഇവൾക്ക് മേടിച്ചു കൊടുത്തു. അതിൻ്റെ എല്ലാവർക്കും ഇപ്പം ഞാൻ മേടിച്ചു തന്നിട്ട് കേട്ടോ ലഞ്ച്. അപ്പം ഇനി എന്നാ നമ്മുടെ പരിപാടി? ഹോട്ടലിൽ പോകുന്നു, കോൺസേർട്ടിന് പോകുന്നു, തിരിച്ച് വന്ന വഴിക്ക് അമ്മയെ ഒരു സൈഡിൽ തട്ടുന്നു. എന്നെ തട്ടുമോ? എവിടെയും തട്ടി ഉരുണ്ടിട്ടാ പോലെ അവിടെ കിടന്നു. നീയൊക്കെ തന്നെ നോക്കേണ്ട വരും. പിന്നെ നീയൊക്കെ തന്നെ നോക്കണം. പിന്നെ എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? തീറ്റ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് നടക്കാൻ. അപ്പം നടക്കുമെന്നാണ് ഇവൻ പറയണേ. ഇവൻ ലൈം സ്കൂട്ടറോ ഇവളും ലൈം സ്കൂട്ടറോ. ഞാൻ ആ സ്കൂട്ടറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇതൊക്കെ സംഭവിക്കാൻ പോണേ. കോൺസെർട്ട് അപ്പം മുടങ്ങിപ്പോവും. അല്ലെങ്കിൽ നീ എന്നെ ഫ്രണ്ടിൽ നിർത്തി നീ കൊണ്ടുപോകണം. പോലീസ് പിടിക്കോ? അപ്പം നമ്മുടെ എവിടെയൊക്കെ ആൾക്കാരിങ്ങനെ പോകണതാണ്. ആ, ഇല്ലീഗലാണ്.
ശരി ശരി. അപ്പോൾ നമുക്ക് അപ്പോൾ പിന്നെ എങ്ങനെ പോകും നമ്മൾ? ബസ്സിന് 3 കിലോമീറ്റർ. മഴയൊക്കെയാ, സാധനം വെച്ച് പോയാണ്ടല്ലോ മഴയാ. അപ്പോൾ ഞങ്ങളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ബസ്സുണ്ടെങ്കിൽ ബസ്സിന് പോവാം, ബസ്സുണ്ടെങ്കിൽ ബസ്സിന് പോകാമെന്ന് വിചാരിക്കണം ഹോട്ടലിലേക്ക്. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു ബസ് കിട്ടുമെന്നാണ് പറയണേ ഞങ്ങളുടെ ഹോട്ടലിനടുത്തേക്ക്. പക്ഷേ ഏത് ബസ്സാണെന്നറിയില്ല. അവിടുത്തെ ഒരു ബസ് വന്നു. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഈ ബസ്സിലാണ് വന്നത്. ഇനി ഞങ്ങൾ ഹോട്ടലിലേക്ക് നടക്കുവാണ്. ഇവിടെ മൊത്തം ഒരു ചീഞ്ഞ കാലാവസ്ഥയാണ്, മഴയാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ, സുരിമ. ഓൾറെഡി ഇപ്പോൾ ചാറ്റൽ മഴയായിരുന്നു. ചീഞ്ഞ കാലാവസ്ഥയാണ്, മഴയും കേട്ട്. അപ്പം ഞങ്ങൾക്ക് ദേ കീ കിട്ടി. ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് വന്ന് വാട്ട്സ് റോങ്. ഓക്കേ, ഇതാണ് ഞങ്ങളുടെ റൂം. ഇതെന്നാടാ അത്? അതൊരു ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജല്ലേ ഇത്? മിനി ഫ്രിഡ്ജ്. ഫ്രിഡ്ജാണോ? ആ, അവിടെ ഒരു കുഞ്ഞ് ഫ്രിഡ്ജുണ്ട്, കുഞ്ഞ് ഫ്രിഡ്ജ്. അപ്പം ഇതാണ് ഞങ്ങളുടെ റൂം. ഇതാണ് TV ഉണ്ട്. ഇവിടെ ഒരു ഇരിക്കാനൊരു ചെറിയ സംഭവമുണ്ട്. 5 to 10 it's open on there. 6 to 10 breakfast. You want to eat? Yeah. 6. ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണോ? അല്ലല്ലോ, പൈസ കൊടുക്കണ്ടേ? ഇപ്പം ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഓ ദേ അവിടെ കൊണ്ടൊരു വണ്ടി ബസ് നിർത്തിയിട്ടുണ്ടാ. അതേ, നമുക്ക് ഇവിടെ വേണേ വന്ന് ഇറങ്ങായിരുന്നു. നമ്മൾ നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ദേ ഒരു മഞ്ഞ ബസ്. നമ്മളവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നു. എന്നാ ആ ബസ് ഏതാന്ന് നോക്ക്. ഇനി അറിയണേ. ആ ബസ്സിന് നാളെ പോകുമ്പോൾ ഈ ബസ്സിന് പോയാൽ മതി. ഞങ്ങൾ ശരിക്കും വന്നപ്പോൾ റോട്ടിലിറങ്ങിയിട്ട് ഇങ്ങോട്ട് അല്ല, നല്ല റോട്ടിലിറങ്ങിയിട്ട് ഇങ്ങോട്ട് നടക്കുക ചെയ്തേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് വാതുക്കെന്ന് തന്നെ നമുക്ക് കയറാം. ഓ, അപ്പം ഇതിൻ്റെ അതായത് ഹോട്ടലിനകത്തൊരു ബസ് വരും ഇവിടെ. അത് കൊള്ളാം ഏതായാലും. അത് നല്ല. It's 18 degrees Celsius with cloudy skies. Today, you can look for thunderstorms with a high of 19 degrees and a low of 16 degrees. See, 16 degrees. 16 ഡിഗ്രി എവിടെ അല്ലേ? It's not cold. I mean, it looks cold. പക്ഷെ ഭയങ്കര മഴയും. It seems like it, but it's not cold. അംബ്രല ആയിട്ടാണ് വന്നേക്കണേ. നീ അംബ്രല കൊണ്ടുവന്നോ? I looked at the weather and I saw this 80%, 90% rainy, and I was like, no way I'm going out in the rain. I hate rain. I'm the moody makeup I love. I'm just gonna കുട്ടപ്പായി ഇവള് അംബ്രല കൊണ്ടുവന്നു. നമ്മളെന്ത് ചെയ്യും? റെയിൻ വന്നിട്ടുണ്ടെങ്കിൽ. അതാണ് നമ്മൾ സ്ഥലത്ത് പോകുമ്പോ അവിടുത്തെ വെതറൊക്കെ നോക്കി. ഞാൻ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും ദേ ഇവിടെയൊക്കെ വീണ്ടും നല്ല മഴയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല തലവേദന എടുക്കുന്നുണ്ട്. വെതറിൻ്റെയൊക്കെ ആയിരിക്കും. പിള്ളേർക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് അവർ കുറച്ച് നേരം ഇരുന്നുകൊണ്ട് പഠിക്കുകയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവരിരുന്ന് പുറത്തിറങ്ങുമ്പോൾ എവിടെ നിന്നാണ് ഫുഡ് കഴിക്കണ്ടേ എന്നൊക്കെ ആലോചിക്കുന്നു. കോൺസേർട്ട് 6 മണിക്കാണ്. പക്ഷേ ഞങ്ങൾക്കതിന് മുന്നേ ഇവിടെ നിന്ന് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനുണ്ട്. ഇച്ചിരി ചായ കുടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ വലിയ സംഭവം ഇതിനകത്ത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്
ഇച്ചിരി പാലുണ്ടായിരുന്നേ നല്ലായിരുന്നു, പക്ഷെ പാലില്ല. വെറും ഒരു ഫ്രിഡ്ജ് മാത്രമേ അവരിവിടെ വെച്ചിട്ടുള്ളൂ. പാൽ അതിനകത്തില്ല, പാൽപ്പൊടിയോ അങ്ങനെയില്ല. കട്ടൻ ചായ കുടിച്ച് നോക്കാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഹോട്ടൽ സുദീമ ആണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ സുദീമ എന്ന് പറയും ഇപ്പം. ഹോട്ടൽ സുദീമ നല്ലതായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുന്ന്. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങളിപ്പോൾ കോൺസെർട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുക കേട്ടോ. ടാക്സിയിലാണ് പോകുന്നത്. തിരിച്ച് ഞങ്ങൾ ഈ ഹോട്ടലിൽ തന്നെ വരുന്നു. ഇന്ന് വൈകുന്നേരം ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് രാത്രിയിൽ. എന്നിട്ട് നാളെ രാവിലെയാണ് ഞങ്ങൾ തിരിച്ച് ക്രൈസ്റ്റ് ചർച്ചിന് പോകണേ. അപ്പോൾ കോൺസെർട്ടൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു, ഭയങ്കര രസമായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ ഞാൻ ആ ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ബൈ.